സോഷ്യലിസ്റ്റുകൾ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് അതൊരു വെല്ലുവിളിയാണ് സോഷ്യലിസ്റ്റായി ജീവിക്കുക എന്നുള്ളത്? ജുനൈദ് കൈപ്പാണി ഒരു സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതാണോ, അതല്ല നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ ഈ സോഷ്യലിസ്റ്റാണോ? സോഷ്യലിസം എന്നതിലേക്ക് എന്നെ ആകർഷിക്കാൻ കാരണം റാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായണൻ, ഇവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്, രാഷ്ട്രീയ പരീക്ഷണമുണ്ട്. അതിനെക്കുറിച്ചുള്ള വായനയാണ് സത്യത്തിൽ എന്നെ ഇതിലേക്ക് ആകൃഷ്ടനാക്കിയത്. MP വീരേന്ദ്രകുമാറിൻ്റെ എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ധാരാളം കേൾക്കുമായിരുന്നു. അതിലാകൃഷ്ടനായി. അത്തരം വായനകളും അത്തരം അറിവുകളുമാണ് ഒരു സോഷ്യലിസ്റ്റ് ആവുക അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക എന്ന് ഒരു തീരുമാനമെടുക്കും. നമ്മൾ സമയം അവസാനിക്കാറായതുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ജുനൈദ് കൈപ്പാണി എന്ന ജനപ്രതിനിധിയുടെ ഒരു വികസന കാഴ്ചപ്പാട്? എന്താണ് വികസന സങ്കല്പത്തിൽ നമ്മൾ താത്വികമായി അത് പറയേണ്ടതാണ് സത്യത്തിൽ. കാരണം വെച്ചാൽ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരു പദ്ധതി രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരേണ്ടത് ഒരു പാവപ്പെട്ടവൻ്റെ മുഖമാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ മുഖമാണ്. അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുക, അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ പരിപാടികൾ വരിക, അവൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നമ്മുടെ സമീപനവും ശൈലിയും ഉണ്ടാവുക എന്നുള്ളതാണ്.